ആധ്യാത്മരാമായണത്തിലെ അയോധ്യാകാന്ഡം ജീവിതത്തിനും ധ്യാനത്തിനും വഴികാട്ടുന്ന ചിന്താമുത്തുകളാണ്. ശ്രീരാമാഭിഷേകത്തിന്റെ ഒരുക്കങ്ങൾ മനുഷ്യജീവിതത്തിലെ ശുഭപ്രതീക്ഷകളുടെ പ്രതീകമാണ്. സന്തോഷത്തിന്റെ ഉച്ചിയിലും സമചിത്തത പാലിക്കുന്നവനാണ് ആത്മജ്ഞാനി. വിച്ഛിന്നാഭിഷേകം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് എന്താണ്? നശ്വരമായ ലോകത്തിൽ ഒന്നും സ്ഥിരമല്ല എന്ന സത്യമാണ്. കൈകേയിയുടെ വരങ്ങൾ വിധിയുടെ ഉപകരണങ്ങളായി മാറിയതുവഴിയുണ്ടായ ദുഃഖങ്ങൾ മഹത്തായ ലക്ഷ്യങ്ങൾക്ക് വഴിയൊരുങ്ങി. ജീവിതത്തിലെ പ്രതിസന്ധികൾ ആത്മവളർച്ചയുടെ അവസരങ്ങളാണ്. സഹോദര സ്നേഹത്തിന്റെ മഹനീയതയുടെ അനർഘ മുഹൂർത്തങ്ങളാണ് ലക്ഷ്മണ സാന്ത്വനത്തിൽ വിളങ്ങുന്നത്. കോപത്തെ വിവേകത്തോടെ ശമിപ്പിക്കുക. വികാരങ്ങളെ നിയന്ത്രിക്കുമ്പോഴാണ് തീരുമാനങ്ങൾ ഉത്തമമാകുന്നത്. രാമസീത തത്വം പുരുഷനും പ്രകൃതിയും ആത്മാവും ശക്തിയും തമ്മിലുള്ള അഭേദ്യ ബന്ധമാണ്. സീതയില്ലാത്ത രാമൻ പൂർണ്ണനല്ല. അവരുടെ കുടുംബജീവിതം സ്നേഹവും ധർമ്മവും തമ്മിലുള്ള ഒരുമയാണ്. സുഖദുഃഖങ്ങളിലുള്ള ഒത്തൊരുമയാണ്. ത്യാഗങ്ങളിലൂടെ വിശുദ്ധമായ സ്നേഹമാണ്. ആത്മസഖ്യത്തിന്റെ തീർത്ഥാടനമാണ്. പരസ്പര വിശ്വാസത്തെ മുറുകെ പിടിച്ചുള്ള ജീവിതയാത്രയാണ്. ആത്മാവും പരമാത്മാവും തമ്മിലുള്ള ഐക്യമാണ്. രാമസീത തത്വം ശാന്തിയുടെ അമൃതമാകുന്നു. കാനനത്തിലേക്കുള്ള യാത്രാരംഭം പ്രതിബിംബിക്കുന്നത് മനുഷ്യന്റെ ആത്മയാത്രയുടെ തുടക്കമാണ്. മഹത്തായ ലക്ഷ്യങ്ങൾക്കായി സുഖങ്ങൾ ഉപേക്ഷിക്കേണ്ട അവസരങ്ങൾ ജീവിതത്തിൽ വന്നുചേരാം. വനയാത്ര ജീവിതത്തിലെ പരീക്ഷണങ്ങളുടെ പ്രതീകമാണ്. കഷ്ടതകൾ നമ്മെ കൂടുതൽ ശക്തരാക്കുന്നു. വെല്ലുവിളികളിലാണ് സ്വഭാവം രൂപപ്പെടുന്നത്. പ്രതിസന്ധികളെ ഭയക്കാതെ വെല്ലുവിളികളെ നേരിടണം. ഓരോ ദുഃഖവും ഒരു പുതിയ ജ്ഞാനത്തിന്റെ വാതിലാണ്. ഭക്തിയുടെ മുന്നിൽ സാമൂഹിക വ്യത്യാസങ്ങൾ ഇല്ലാതാകുന്നു. ഗുഹന്റെ വിശാല ഹൃദയം നമ്മെ പഠിപ്പിക്കുന്നത് എന്താണ്? മനുഷ്യന്റെ മഹത്വം ജന്മത്തിലല്ല, സ്നേഹത്തിലും വിശ്വാസത്തിലുമാണ്. യഥാർത്ഥ സൗഹൃദം നിസ്വാർത്ഥ സമർപ്പണമാണ്. സ്വയം ആത്മപരിശോധനയിലൂടെ മനസ്സിലാക്കാൻ എന്താണ് സാധിക്കുന്നത്? ഓരോ നിമിഷവും ഒരു വലിയ ദൈവിക പദ്ധതിയുടെ ഭാഗമാണ്. ധ്യാനത്തിന്റെ ആദ്യപടി സ്വയം തിരിച്ചറിയലാണ്. ഭരദ്വാജാശ്രമ പ്രവേശം സത്സംഗത്തിന്റെ മഹത്വം പഠിപ്പിക്കുന്നു. നല്ലവരുടെ സാന്നിധ്യം ജീവിതത്തെ പ്രകാശിപ്പിക്കുന്നു. ജ്ഞാനികളുടെ വാക്കുകൾ മനസ്സിന്റെ അന്ധകാരം അകറ്റുന്ന ദീപങ്ങളാണ്. യുവതലമുറയ്ക്ക് നല്ല ഗുരുവിന്റെ മാർഗദർശനം എക്കാലവും അനിവാര്യമാണ്. ആത്മീയത ജീവിതത്തെ വിശുദ്ധമാക്കലാണ്. വാത്മീകിയാശ്രമ പ്രവേശനം ആത്മജ്ഞാനത്തിന്റെ വാതിൽ തുറക്കുന്നു. പ്രകൃതിയോടൊപ്പം ജീവിക്കുമ്പോൾ മനസ്സ് ശാന്തമാകുന്നു. ലാളിത്യത്തിലാണ് യഥാർത്ഥ സമ്പത്ത്. ധ്യാനവും ശാന്തതയും ആത്മാവിനെ ദൈവസാന്നിധ്യത്തിലേക്ക് നയിക്കുന്നു. അയോധ്യാകാന്ഡം വയോധികർക്ക് ധ്യാനത്തിന്റെ അമൃത സ്രോതസ്സാണ്. യുവതലമുറയ്ക്കു ജീവിതമൂല്യങ്ങളുടെ പാഠപുസ്തകവും. കുടുംബങ്ങൾക്ക് സ്നേഹത്തിന്റെയും ധർമ്മത്തിന്റെയും സന്ദേശമാണ്. ഓരോ മനുഷ്യനും തൻ്റെ ഉള്ളിൽ ഒരു അയോധ്യയും ഒരു വനവും വഹിക്കുന്നു. ജ്ഞാനത്തിലൂടെയാണ് അയോധ്യയിലേക്ക് മടങ്ങിവരവ്. നമ്മുടെയെല്ലാം ജീവിതം ഒരു ധർമ്മയാത്രയാണ്. മനസ്സെന്ന ശാന്തമായ തീർത്ഥം അമൂല്യനിധിയും. അയോധ്യാകാന്ഡം മനുഷ്യജീവിതത്തെ പ്രകാശിപ്പിക്കുന്ന ആത്മീയ ദീപസ്തംഭമാണെന്ന് നമുക്കെല്ലാം അനുഭവിച്ചറിയാം.